മലയാളത്തിലെ ആദ്യത്തെ ആർക്കിടെക്ചർ മാഗസിനായ ഡിസൈനർ പ്ലസ് ബിൽഡറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആർക്കിടെക്ട് സജിത് വട്ടപ്പാറ. ഹായ്, ഞാൻ ഇന്റീരിയർ ഡിസൈനർ സൂര്യ സുന്നൻ. ഇപ്പോൾ നമ്മളുള്ളത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വടക്കഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഫിനിഷ്ഡ് ആയിട്ടുള്ള റെസിഡൻസ് പ്രൊജക്റ്റാണ് കാണിക്കുന്നത്. സത്യനാഥൻ ആൻഡ് ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഈ വീട് നമ്മൾ പണിതിട്ടുള്ളത്. ഓക്കെ, ഇത് ഒരു 2700 സ്ക്വയർ ഫീറ്റ് ഏരിയ ആയിട്ടാണ് ഈ വീട് വരുന്നത്. കണ്ടംപററി സ്റ്റൈലിലായിട്ടാണ് നമ്മൾ ഈ വീടെല്ലാം ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് ഫ്ലാറ്റ് റൂഫാണ് വന്നിട്ടുള്ളത്. നമ്മൾ എക്സ്റ്റീരിയറിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വൈറ്റിൻ്റെയും ബ്രൗൺ കളറിൻ്റെയും ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ചില ഭാഗങ്ങളിൽ നമ്മൾ ലാറ്ററൈറ്റിൻ്റെ ക്ലാഡിങ് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് ബ്രൗൺ കളറിലുള്ളത്. ബാക്കി ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈഡൊക്കെ നമ്മൾ അങ്ങേ സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മളവിടെ ഒരു കോർഗേറ്റഡ് വോൾ ആയിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ പെയിൻറ്റ് ഫിനിഷ് ആയിട്ട് തന്നെയാണ് അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 നിലയായിട്ടാണ് നമുക്ക് വീട് എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ബെഡ്റൂമിനാണെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ബാൽക്കണി വരുന്നുണ്ട്, പിന്നെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബാൽക്കണി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീട് കംപ്ലീറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നല്ല വിത്തായിട്ട് നല്ല വൈഡായിട്ട് നിൽക്കുന്ന രീതിക്കാണ് വന്നിട്ടുള്ളത്. നമുക്ക് താഴെ തന്നെ ഒരു വലിയ കാർ പോർച്ച് ഉണ്ട്. നമുക്ക് 2 കാറിനൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് കാർ പോർച്ച് എല്ലാം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സിറ്റ് ഔട്ട് നല്ല ഓപ്പൺ ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ്. അതിൻ്റെ സൈഡിൽ നമ്മളൊരു സീറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലിവിങ് റൂമിൻ്റെ സെൻട്രലായിട്ട് ഡബിൾ ഡോർ ആയിട്ടാണ് നമ്മൾ മെയിൻ എൻട്രി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര വെൽക്കമിങ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു എൻട്രിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ലിവിംഗ് റൂം വരുന്നത്. ഇതൊരു ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. മേലെ നമ്മൾ ഷാൻഡിലിയർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അട്രാക്ഷൻ ആയിട്ട്. പിന്നെ നമുക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് നേരെ കോർട്ട്യാർഡ് കാണാൻ പറ്റും. അപ്പോൾ ഒരു സ്റ്റേ കേസാണ് മേലേക്ക് കയറാനുള്ളത്. അവിടെ നേരെ പുറത്തേക്കുള്ള വ്യൂ ആണ്. അവിടെ നമ്മളൊരു കോർട്ട്യാർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോർട്ട്യാർഡ് കാണിച്ചു തരാം. അതിൻ്റെ മുന്നേറ്റ് നമുക്ക് ലിവിങ് സ്പേസ് ഒന്ന് കാണാം. ഇവിടെ നമുക്കാണെങ്കിൽ ഇവിടെ ഡബിൾ ഡോർ ആയിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ലിവിങ് റൂം നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഒരു എൽ ഷേപ്പ് ആയിട്ടുള്ള സോഫയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്കിവിടെ TV യൂണിറ്റ് ഉണ്ട്. TV യൂണിറ്റ് ഇത് ലൂവേർഡ് ആയിട്ടുള്ള ഫ്ലൂട്ടഡ് പാനലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു കോമ്പിനേഷനാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഫ്ലൂട്ടഡ് പാനലും അതേപോലെ വാൾപേപ്പറും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ എൽ ഷേപ്പ് സോഫ വരുന്നുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു ടീപ്പോയ് വുഡിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു ടീപ്പോയാണ്. പിന്നെ ഒരു റഗ്ഗുമാണ് നമ്മൾ ലിവിങ് സ്പേസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രീനറി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ കോർണറിൽ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ലിവിങ് സ്പേസിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഫുള്ള് ഡബിൾ ഹൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് മേലെ നിന്നും ഒരു കണക്ഷൻ കിട്ടുകയാണ് താഴോട്ട്. അപ്പോൾ എപ്പോഴും ആ ഫാമിലി തമ്മിലുള്ള ഒരു കണക്ഷൻ ബോണ്ടിങ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഓപ്പൺ സ്പേസ് ആണ്. എപ്പോഴും കണക്ഷൻ ഉണ്ടാവും ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗത്ത് ആ ഒരു സൈഡിൽ നമ്മൾ ബെഡ്റൂംസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലാണ് നമുക്ക് ഡൈനിങ് ഒക്കെ വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബെഡ്റൂംസ് കണ്ടുനോക്കാം. അപ്പോൾ ഈ കിടക്കുന്ന സ്ഥലത്ത് മേലൊരു വലിയ ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ഹൈലൈറ്റിംഗ് വോളാണ്. ഇവിടെ നമ്മളൊരു ബുദ്ധന്റെ പെയിന്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ആ ബുദ്ധന്റെ പെയിന്റിംഗ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സ്പോട്ട് ലൈറ്റും മേലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് മാസ്റ്റർ ബെഡ്റൂം ആണ്. അപ്പോൾ കയറി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഓക്കെ, നമ്മളൊരു ഗ്രീൻ, യെല്ലോ, വൈറ്റ് ആ ഒരു തീമിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അതായത് ഭയങ്കര കാമിങ് ആയിട്ടുള്ള കളേഴ്സ് ആണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവിടെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ്. നമുക്കൊരു ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. 2 സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ ഈ സൈഡ് ടേബിൾ നോക്കുകയാണെങ്കിലും ഈ എന്താണ് ബെഡ് കോട്ടിന്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഡിസൈനില്. പിന്നെ ഈ പെയിന്റിങ് ഇതാണ് ഹൈലൈറ്റിംഗ് വാള്. ഇവിടെ വാൾപേപ്പർ ആണ് ചെയ്തെടുത്തിട്ടുള്ളത്. ആൻഡ് നമ്മളൊരു പെയിന്റിങ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തന്നെ പെയിന്റ് ചെയ്തിട്ടുള്ള പെയിന്റിംഗ് ആണ്. ആ പെയിന്റിംഗ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിക്ചർ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഇവിടെയായിട്ട് ഇത് നമ്മളെ വിൻഡോ സ്പേസ് ആണ്. ഇവിടെയായിട്ട് നമ്മളൊരു ബേ വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരിക്കാം, വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യാം, വായിക്കാം, അങ്ങനെയൊക്കെ ഉള്ള ഒരു പർപ്പസ് ആണ് ഈ ബേ വിൻഡോയ്ക്ക് ഉള്ളത്. ആ ബേ വിൻഡോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ റൂമിലെ എല്ലാം നമ്മൾ റോമൻ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. റോമൻ സ്റ്റൈലാണ് ബ്ലൈൻഡ്സ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇത്
ഇതുപോലെ ആയിരിക്കും അതിൻ്റെ ഫോൾഡിങ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് റോമൻ ബ്ലൈൻഡ്സ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വാർഡ്രോബ് ആണുള്ളത്. നമ്മളൊരു വൈറ്റ് ആൻഡ് വുഡൻ ഷെയ്ഡിലാണ് വാർഡ്രോബ് ചെയ്തെടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു പിന്നെ അതിനുശേഷം ഇവിടെ നമുക്ക് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. നമുക്ക് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലോറിൽ തന്നെ നമ്മൾ ചെറിയ ഹൈറ്റ് ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് വെറ്റ് ഏരിയ, അത് ഡ്രൈ ഏരിയ. അപ്പൊ നമ്മൾ കുളിക്കുമ്പോൾ സാധാരണ നമുക്കിവിടെ ഗ്ലാസ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ അതിന്റെ മുന്നേ തന്നെ ഇപ്പൊ അത് ചെയ്യുന്നില്ലെങ്കിൽ തന്നെ നമ്മൾ ഈ ഒരു ഹൈറ്റ് ഡിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കുറെയൊക്കെ വെള്ളം നമുക്ക് അങ്ങോട്ട് കടക്കാത്ത രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഒരു വാഷ് ബേസിൻ ഉണ്ട്, ക്ലോസറ്റ് വരുന്നുണ്ട് ആൻഡ് ഷവർ ഏരിയ, ആ രീതിക്കാണ് വരുന്നത്. ഈ ഒരു ടോയ്ലറ്റ് നമ്മളൊരു ബേജിന്റെ ഷെയ്ഡ്സിലാണ്, ഡാർക്ക് ബേജ് ആൻഡ് ലൈറ്റർ ബേജിന്റെ ഷെയ്ഡ്സിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലാ ബെഡ്റൂംസും ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഇനി അടുത്തത് നമ്മളെ ക്ലയന്റിന്റെ അമ്മയ്ക്ക് താമസിക്കാനുള്ള റൂമാണ്. അപ്പോൾ ഇവിടെ ടോയ്ലറ്റ് ആണ് വരുന്നത്, അത് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ അമ്മേന്റെ റൂം വരുന്നത്. ഇവിടെ ആയാലും നമുക്ക് ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിന്നെ വളരെ മിനിമലായിട്ടുള്ള കളേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ബ്രൗൺ ആൻഡ് വൈറ്റിലാണ് ഫുള്ളായിട്ട് ഷെയ്ഡ്സ് പോയിട്ടുള്ളത്. ഇവിടെ ഒരു പെയിന്റിങ് മാത്രം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അതിലാണ് നമ്മൾ കുറച്ചുകൂടെ കളേഴ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. എല്ലാം നമ്മൾ 4 ബെഡ്റൂംസിലും നമ്മൾ തന്നെയാണ് പെയിന്റിങ് ചെയ്തിട്ടുള്ളത്. അബ്സ്ട്രാക്ട് കൈൻഡ് ഓഫ് പെയിന്റിങ്സ് ആണ് ചെയ്തെടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് സീബ്ര ബ്ലാക്ക് ആണ്. അപ്പോൾ ഈ രീതിക്ക് സീബ്ര പോലെ ഇങ്ങനെ കുറച്ച് ട്രാൻസ്പെറന്റ് ആക്കാം, കംപ്ലീറ്റ്ലി ക്ലോസ് ആക്കാം, ഫുൾ ഓപ്പൺ ആക്കാം. ഈ രീതിക്കാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്. ഇവിടെ ആയാലും വാർഡ്രോബ് വരുന്നുണ്ട്. 3 ഷട്ടർ വാർഡ്രോബ് ആണ് നമുക്ക് വരുന്നത്. ഇതിന്റെ ഹാൻഡിൽ നോക്കുകയാണെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈനിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ മെറ്റൽ സ്ട്രിപ്പുമായിട്ട് നമ്മളൊരു 3 ഡിവിഷനാണ് ഈ വാർഡ്രോബിൽ കൊടുത്തിട്ടുള്ളത്. 2 മേലും താഴെയും വുഡും നടുഭാഗത്ത് വൈറ്റ്, ആ ഒരു രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ഡ്രസ്സിങ് യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈനാണ്. മിററൊക്കെ ആയിട്ട് നമുക്ക് ഫംഗ്ഷൻ വൈസ് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലുള്ള മിനിമലിസ്റ്റിക് ഡിസൈനാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ ആയാലും നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ടൈലിന്റെ കളർ കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഗ്രേന്റെ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ഒരു ഡാർക്ക് ഗ്രേ ആൻഡ് ലൈറ്റ് ഗ്രേന്റെ ഒരു കോമ്പിനേഷനിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ ഒരു ഗ്രാനൈറ്റിന്റെ ടോപ്പും കൊടുത്തിട്ടുണ്ട്. അതായത് വാൾ മൗണ്ടഡ് ആണ് ഈ ക്ലോസറ്റ് വരുന്നത്. അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പൊ താഴത്തെ 2 ബെഡ്റൂംസും കഴിഞ്ഞു. ഇനി മേലെയാണ്, ഇതിന്റെ സെയിം സൈഡിൽ തന്നെ മേലെയാണ് നമുക്ക് 2 ബെഡ്റൂംസ് വരുന്നത്. അപ്പൊ അതല്ലാതെ നമുക്ക് ബാക്കിയുള്ള സ്പേസ് താഴെ കാണാം. ഇവിടെ നമുക്കൊരു ഡൈനിങ് സ്പേസ് വരുന്നുണ്ട്. ഈ ഡൈനിങ് സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ കംപ്ലീറ്റ്ലി ഓപ്പൺ രീതിക്കാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ഡൈനിങ് ഏരിയ ഉണ്ട്, ഓപ്പൺ കിച്ചൺ ഉണ്ട്. അതിനായിട്ട് ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു പൂജ സ്പേസ് ഉണ്ട്. അതേപോലെ നമുക്കൊരു വാഷ് യൂണിറ്റ് ഉണ്ട്. വാഷ് യൂണിറ്റ് നമ്മളൊരു മെയിൻ ഹൈലൈറ്റ് ആണ്. ഇതാണ് നമ്മുടെ പൂജ സ്പേസിന്റെ ഡോർ വരുന്നത്. ഇത് സ്പെഷ്യലായി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഡബിൾ ഡോർ ആണ് വരുന്നത്. ഇത് വുഡിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമുക്ക് ഹാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ്, ഒരു സർക്കിൾ ആണ്. പക്ഷെ അത് പാരലൽ ആയിട്ടല്ല വെച്ചിട്ടുള്ളത്. നമ്മൾ ഡബിൾ ആയിട്ട് താഴത്തേക്കും മേലത്തേക്കും ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ ഇവിടെ ഫ്ലൂട്ടഡ് ആയിട്ടുള്ള വുഡൻ പീസസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലൂട്ടഡ് ആയിട്ടുള്ള പാനൽസ് ഈ റൂമിന്റെ പല സൈഡിലും വരുന്നതുകൊണ്ട് അതിന് കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ ഡോറ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ലോക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ലോക്കാണ് കൊടുത്തിട്ടുള്ളത്, ഈ ഡിസൈനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ. പിന്നെ ഇത് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ പൂജാ സ്പേസ് വരുന്നത്. ഇതിലാണെങ്കിൽ നമ്മൾ ഗണപതിന്റെ വിഗ്രഹമാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഈ വിഗ്രഹം കംപ്ലീറ്റ്ലി വുഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്.
ഇതിന്റെ ബാക്കിലായിട്ട് കാണുന്നത് CNC കട്ടിങ്ങിലാണ് ആ ഒരു പാറ്റേൺ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. രണ്ട് സൈഡിലും നമ്മൾ ഹാങ്ങിങ് ലൈറ്റ്, അതായത് നമ്മൾ തൂക്കുവിളക്ക് കൊടുത്തിട്ടുണ്ട്, കത്തിക്കാവുന്ന രീതിയിലാണ് ഉള്ളത്. ആൻഡ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഒരു കംപ്ലീറ്റ് ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പൂജാ യൂണിറ്റിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ക്യാബിനറ്റിൽ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ചന്ദനത്തിരി, അതേപോലെ വിളക്ക് കത്തിക്കാൻ ആവശ്യമുള്ള എണ്ണ, തിരി, ചന്ദനം, അങ്ങനെ എല്ലാം സ്റ്റോർ ചെയ്യാവുന്ന രീതിക്കാണ് ഇത് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. ആൻഡ് ഇതായാലും പുഷ് ടു ഓപ്പൺ രീതിയിലാണ് ഇതിൻ്റെ ഡിസൈന്. ഹാൻഡിലൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ തന്നെ ആ ഒരു പാറ്റേൺ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ, ആ ഭംഗി പോവാത്ത രീതിയിലാണ് ഈ ഒരു പൂജാ സ്പേസ് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഫ്ലോറിംഗ് നോക്കുകയാണെങ്കിൽ 60x60 ഒരു ടൈലാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ആത്തൻകുടി സ്റ്റൈൽ ആ ഒരു ഫീല് കിട്ടുന്ന രീതിയിലാണ് ഇവിടെ ടൈല് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ പൂജാ സ്പേസ്. വാഷ് യൂണിറ്റ് ആണെങ്കിൽ നമ്മളൊരു മെയിൻ ഹൈലൈറ്റ് തന്നെയാണ്. നമ്മളൊരു ഹാഫ് സർക്കിൾ ആയിട്ടുള്ള ഒരു വലിയ മിററാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ പുറകിൽ നിന്ന് നമ്മൾ ബാക്ക് ലൈറ്റ് കൊടുത്തിട്ടാണ് ഉള്ളത്. ആൻഡ് ഈ വാളിൽ നമ്മൾ ടൈലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളുടെ ടാപ്പ്, അത് ഒരു ഡിസൈൻഡ് ടാപ്പാണ്. ഈ ഒരു രീതിക്കാണ് അത് വെള്ളം ഫ്ലോ ചെയ്യുക. പിന്നെ ആ ഒരു ഗ്രേ ഒരു ഡിസൈനിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ ഗ്രേ കളർ ആയിട്ടുള്ള ഒരു വാഷ് ബേസിനാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ടോപ്പ് നാനോ വൈറ്റ് ആണ് വാഷ് യൂണിറ്റിന്റെ. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ടവൽ, സോപ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ ഷെൽഫും അതേപോലെ തന്നെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഷെൽഫും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടവൽ റോഡ് തൂക്കാൻ വേണ്ടിയിട്ട് റോഡും കൊടുത്തിട്ടുണ്ട്. സ്ലീക്ക് ആയിട്ടുള്ള റോഡ് ഡിസൈൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിക്കാണ് നമ്മൾ വാഷ് യൂണിറ്റ് വരുന്നത്. മിക്കവാറും എല്ലാവർക്കും ഉള്ളതാണ്. വാഷ് യൂണിറ്റ് ആണെങ്കിൽ എപ്പോഴും മിക്ക വീട്ടിലും ഹൈഡ് ചെയ്തിട്ടാണ് വെക്കുക. പ്രത്യേകിച്ച് ഡിസൈൻ കൊടുക്കാത്തൊരു ഏരിയയാണ്. ഇപ്പം നമ്മുടെ ഡിസൈൻസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ വാഷ് യൂണിറ്റിന് ഒരു പ്രത്യേക ഇമ്പോർട്ടൻസ് കൊടുക്കലുണ്ട്. ആൻഡ് അതും ഒരു ഡിസൈൻ എലമെന്റ് ആയിട്ട് മാറ്റലുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ ഡൈനിങ് ഏരിയ വരുന്നത്. ഡൈനിങ് വുഡൻ ടോപ്പാണ്, വുഡൻ ടോപ്പായിട്ടുള്ള ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ചെയർസ് ആയാലും നമ്മൾ സോഫയ്ക്ക് കൊടുത്തിട്ടുള്ള അതേ ഫാബ്രിക്കിലാണ് ഈ കുഷൻ ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലാം വുഡൻ, എല്ലാം കസ്റ്റമൈസ് ചെയ്തെടുത്തിട്ടുള്ള ഡൈനിങ് ടേബിൾ ആൻഡ് ചെയർസ് ആണ്. എല്ലാം എന്താണ് ഡിസൈൻ കൊടുത്ത് കസ്റ്റമൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ ആയാലും നമുക്കൊരു ബേ വിൻഡോ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ഭക്ഷണം കഴിക്കുന്നവരും അല്ലാതെ ഫ്രണ്ട്സ് ആയാലും ഇരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആ ഒരു രീതിക്കാണ് ഇവിടുത്തെ ഒരു ഡിസൈൻ വരുന്നത്. ഇവിടെ ആയാലും നമ്മൾ സീബ്ര ബ്ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല കണക്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഓപ്പൺ കിച്ചൺ ആണ് വരുന്നത്. ഈ ഓപ്പൺ കിച്ചണിന്റെ ഇത് പറയാൻ മറന്നു. ഇവിടെ നമുക്കൊരു ഡൈനറ്റിന്റെ ഏരിയ വരുന്നുണ്ട്. ഇതിന്റെ താഴെയായാലും നമ്മളാണെങ്കിൽ ഫ്ലൂട്ടഡ് ആയിട്ടുള്ള പാനലാണ് കൊടുത്തിട്ടുള്ളത്. അവിടെയും ഒരു LED സ്ട്രിപ്പ് ഇതിന്റെ അടിയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ലൈറ്റ് സ്പ്ലാഷ് ചെയ്യും. ആ ഫ്ലൂട്ടഡിന്റെ ആ ഭംഗി നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ നമ്മൾ 2 ഡൈനറ്റ് ചെയർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സുഖമായിട്ട് ഇരുന്ന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ടീ കുടിക്കാനും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല സ്പേസ് തന്നെയാണ് ഇത്. ഇവിടെ നല്ല 2 ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു നല്ല സ്പേസ് ആണ് ഇത് ഓപ്പൺ കിച്ചണിൽ. ആൻഡ് ഈ ഡൈനറ്റിന്റെ ഫ്രണ്ടിലായിട്ടാണ് നമുക്ക് സ്റ്റൗവിന്റെ ഏരിയ വരുന്നത്. ഒരു യു ഷേപ്പ് കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ടോപ്പ് വരുന്നത് നാനോ വൈറ്റ് ആണ്. ആൻഡ് ഇവിടെ കളർ കോമ്പിനേഷൻ നമ്മൾ എടുത്തിട്ടുള്ളത് മെയിൻ ആയിട്ട് ഗ്രീൻ കളറാണ്. പിന്നെ ഗ്രേ ആൻഡ് വുഡൻ ഷേപ്പ്. ഈ ഒരു രീതിക്കാണ് നമ്മളിവിടെ കളർ കോമ്പിനേഷൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫുൾ അപ്പർ ക്യാബിനറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിനടിയിലായിട്ട് ലെഡ്ജ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന സ്പൈസസ് ഒക്കെ വെക്കാൻ നല്ലൊരു സ്പേസ് ആണിത്. ആൻഡ് ഇവിടെ പ്രോപ്പർ ആയിട്ട് LED സ്ട്രിപ്പ് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിന് അണ്ടർ ക്യാബിനറ്റ് ലൈറ്റ് എന്നാണ് പറയുക. അപ്പൊ ഇത് നമുക്ക് ഫംഗ്ഷൻ വൈസ് വളരെ ഉപയോഗമുള്ള ഒരു കാര്യമാണ്. ഓക്കെ. ആൻഡ് ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമ്മളൊരു സിംഗിൾ ബൗളുള്ള സിങ്ക് ആണ് കൊടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് വർക്ക് ഏരിയ ഉണ്ട്. അവിടെ നമ്മൾ വലിയ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ ഒരു സിംഗിൾ ബൗളാണ് വരുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ വെനീഷ്യൻ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഫ്രിഡ്ജിനുള്ള സ്പേസ് ആണ് വരുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത്. ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. ഇത് കൂടാതെ നമുക്കൊരു കോർട്ട്യാർഡ് കൂടി ഉണ്ട്.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ലിവിംഗ് റൂമിൽ നേരെ കാണാൻ പറ്റുന്നത് ഒരു കോർട്ട്യാർഡ് സ്പേസ് ആണ്. ഈ കോർട്ട്യാർഡ് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളവിടെ ഒരു ജാലി വർക്ക് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് പുറത്തത്തെ ഔട്ട്സൈഡ് കോർട്ട്യാർഡ് തന്നെയാണ്, പക്ഷെ ഒരു പ്രൈവസിയുള്ള കോർട്ട്യാർഡ് ആയിട്ടാണ് കിട്ടുക. ഇവിടെ നമ്മളാണെങ്കിൽ ഒരു ചെറിയ ടേബിളും 2 ചെയറും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈവനിങ്ങിൽ ഇരുന്ന് സംസാരിക്കാനായാലും ചായ കുടിക്കാനൊക്കെ ആയാലും നല്ലൊരു ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു നല്ല ഒരു സ്പേസ് ആണിത്. ഓക്കെ, അപ്പൊ ഇവിടെ താഴെ സ്റ്റോൺ വർക്കും അതേപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസും ആണ് ഇവിടെ താഴെ ചെയ്തത്. അപ്പൊ നമുക്ക് ഇനി സ്റ്റെയർ കയറി മേലേക്ക് പോവാം. ഈ സ്റ്റെയർ നോക്കുകയാണെങ്കിൽ നമ്മൾ GI സെക്ഷൻ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ആൻഡ് സ്റ്റെയറിന്റെ ടോപ്പ് ആണെങ്കിൽ നമ്മൾ വുഡൻ ടോപ്പ് ആണ് ചെയ്തെടുത്തിട്ടുള്ളത്. ആൻഡ് ഭയങ്കര സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടാണ് ഈ സ്റ്റെയർ ഫുള്ളായി ചെയ്ത് എടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെയാണെങ്കിലും നമ്മൾ ഒരു വോൾ മൗണ്ടഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിന് വേണ്ടിയിട്ട്. 3 ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കയറുമ്പോൾ ഇപ്പോൾ രാത്രി ആയാലും വെളിച്ചമില്ലെങ്കിലും നമുക്ക് നല്ല രീതിയിൽ വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഇവിടെ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇപ്പോൾ നമ്മൾ നേരെ കയറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് ഒരു ഫുള്ളായിട്ടുള്ള ഒരു വിൻഡോ ഡിസൈൻ കാണാൻ പറ്റും. നല്ല ഭംഗിയിലാണ് ഇത് മൊത്തം ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു ഡിസൈൻഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് നേരെ കാണാൻ പറ്റുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രിഡ്ജാണ്. ഇത് നമ്മൾ എന്താണ് വാർത്തതല്ല, ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടാണ്, GI വെച്ചിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് ഈ ബ്രിഡ്ജിന്റെ മേലെ ഫാബ്രിക്കേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മേലെ വുഡ് ഇട്ടിട്ടാണുള്ളത്. ഓക്കെ, വുഡൻ ഫ്ലോറിംഗ് ആയി ചെയ്തിട്ടാണുള്ളത്. ഇതിന്റെ താഴെ നിന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു വുഡന്റെ ഇത് കണ്ടിട്ടുണ്ടാവും സീലിംഗിൽ. അത് ആക്ച്വലി പറഞ്ഞ ഷെറാ ബോർഡാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വുഡൻ ഫ്ലോറിംഗ് കൊടുത്തതിന് ശേഷം ഇവിടെയാണ് നമുക്കൊരു ബാൽക്കണി സ്പേസ് വരുന്നത്. അപ്പോൾ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് സൈഡിലേക്കാണ് എത്തുന്നത് ഈ ബാൽക്കണി സ്പേസ്. ആൻഡ് ഒരു അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ബാൽക്കണിയാണ് വന്നിട്ടുള്ളത്. ഈ ബാൽക്കണിക്ക് ആയാലും നമ്മളിവിടെ ഒരു എന്താണ് ബീഡിങ് പോലെ കൊടുത്തിട്ട് താഴെ പാനൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഷെറാ ബോർഡാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു വുഡൻ ഫീല് ആണ് കിട്ടുന്നത്. നമ്മൾ എക്സ്റ്റീരിയറിനും ഒരു ഭംഗി കൊടുക്കുന്ന രീതിക്കാണ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ബാൽക്കണിയിൽ നമ്മളിവിടെ സീറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റ് ടോപ്പാണ് ഈ സീറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും പുറത്തൊക്കെ കാണാനൊക്കെ പറ്റിയ ഒരു നല്ലൊരു സ്പേസ് തന്നെയാണിത്. നമ്മൾ താഴ്ന്നു കണ്ട ഷാൻഡിലിയർ ഇവിടെ തൊട്ടടുത്ത് കാണാൻ പറ്റും. ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു ഷാൻഡിലിയർ ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ. ആൻഡ് ഇവിടുന്ന് നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ലിവിംഗ് റൂമൊക്കെ താഴെ കാണാൻ പറ്റും. അവിടെ ഇരിക്കുന്ന ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ആ രീതിക്കാണ് ഈ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഡോറ് കാണുന്നത് നമുക്ക് ടെറസ് സ്പേസ് ആണ് അങ്ങോട്ട് വരുന്നത്. ആൻഡ് ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ ഈ വോള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പെയിന്റിംഗ് ആയിട്ടാണ് നമ്മൾ ഈ വോള് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഒറിജിനൽ ആയിട്ടുള്ള പെയിന്റിംഗ് ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ ആയാലും നമുക്ക് 2 ബെഡ്റൂംസ് ആണ് വരുന്നത്. അപ്പോൾ ഇത് എന്താണ് ക്ലയന്റിന്റെ മോന്റെ ബെഡ്റൂമാണ് വരുന്നത്. ബെഡ്റൂം കംപ്ലീറ്റ് ആയിട്ട് ബ്ലൂ ആൻഡ് വൈറ്റ് തീമിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ ആയാലും നമുക്കൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഈ ബെഡ്റൂമിന് അറ്റാച്ച് ആയിട്ട് തന്നെ നമുക്കൊരു ബാൽക്കണി സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ ഈ വീടിന് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 2 ബാൽക്കണിയാണ് വരുന്നത്. ഈ ബാൽക്കണി തുറക്കുന്നത് നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് തന്നെയാണ് അതിൻ്റെ ആ ഒരു വ്യൂ വരുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു പെയിന്റിങ് ഞാൻ പറഞ്ഞ പോലെ ഇത് നമ്മൾ തന്നെ ചെയ്തിട്ടുള്ള പെയിന്റിംഗ് ആണ്. കറക്റ്റ് ഈ ഒരു ബെഡ്റൂമിന് ചേരുന്ന രീതിക്ക്, അതായത് ആ ഒരു വാട്ടർ ഓഷൻ ആ ഒരു തീമിലാണ് ഈ മൊത്തം ബെഡ്റൂം ചെയ്തെടുത്തിട്ടുള്ളത്. ബാക്കിൽ നമ്മൾ വാൾപേപ്പർ ഒട്ടിച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വാൾപേപ്പറിനാണെങ്കിലും ബ്ലൂവിൻ്റെ വേറൊരു ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് ഒരു 3 ഷട്ടർ ആയിട്ടുള്ള വാർഡ്രോബാണ് വരുന്നത്. ഈ വാർഡ്രോബിൻ്റെ ഹാൻഡിലാണെങ്കിലും നമ്മളൊരു ഡിസൈൻഡ് സാധനമാണ്, ഒരു മെറ്റൽ ഫിനിഷിലാണ് നമുക്ക് വരുന്നത്. ആൻഡ് കംപ്ലീറ്റ് ഹൈറ്റിലാണ് പോകുന്നത്. അതായത് ഹാഫ് ടു താഴെ വരെ നമുക്ക് വരുന്ന ഹാൻഡിലാണ് വരുന്നത്. ഇങ്ങനെ ഫുൾ ഹൈറ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ എന്നുള്ള രീതിക്കാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഡ്രോവർ വരുന്ന രീതിക്കാണ്
ഈ ഒരു അതേപോലെ തന്നെ ഷെൽഫും വരുന്ന രീതിക്കാണ് ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള മിറർ ആൻഡ് ലൈറ്റിങ്ങും വരുന്ന രീതിക്കാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിലായാലും നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം ഉണ്ട്. താഴത്തെ ബാത്റൂം പോലെ തന്നെ ഒരു ഗ്രേ ഷെയ്ഡിൽ വരുന്ന ടൈലിലാണ് ഈ ബാത്റൂമിനും സെലക്ട് ചെയ്തിട്ടുള്ളത്. എല്ലാ ബാത്റൂമും വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന രീതിക്ക് തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിൽ നോക്കി നോക്കാം. ഇത് അവര് ക്ലയന്റിന്റെ മോളുടെ റൂമാണ്. ഈ ഒരു റൂമാണെങ്കിൽ ഗ്രേ ആൻഡ് വൈറ്റ് വിത്ത് വുഡൻ ഷെയ്ഡ് ആ ഒരു തീമിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തെടുത്തിട്ടുള്ളത്. രണ്ട് സൈഡിൽ നമ്മൾ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പെയിന്റിങ്ങും ഒരു അബ്സ്ട്രാക്ട് പെയിന്റിങ്ങും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെയ്തെടുത്തിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ബേ വിൻഡോ വരുന്നുണ്ട്. കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരിക്കാം. അതേപോലെ അതിന് ചേരുന്ന ടൈപ്പ് ഓഫ് പില്ലോസ് തന്നെയാണ്. ഗ്രേ ആൻഡ് വൈറ്റിന്റെ ഒരു മിക്സ് ആയിട്ടുള്ള പില്ലോസ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആയാലും നമുക്ക് റോമൻ ബ്ലൈൻഡ് ആണ് വരുന്നത്. ഇത് കറക്റ്റ് തുണി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് ഈ ഒരു രീതിക്ക്. ഇത് മടക്കുന്ന സമയത്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണ് വരിക. ഓക്കെ, ആ ഒരു രീതിയിലാണ് ഇത് വരുന്നത്. പിന്നെ നമുക്കൊരു 3 ഷട്ടർ വാർഡ്രോബ് ആണ് വരുന്നത്. ഇതിന്റെ ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ വുഡൻ ഫിനിഷ് വരുന്ന ഹാൻഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ അതിന് കാണുമ്പോൾ നമുക്കൊരു ഡിസൈൻ പാറ്റേൺ ആയിട്ട് തന്നെ തോന്നുന്ന രീതിക്കുള്ള ഹാൻഡിൽസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ തുറക്കുന്നത് വരുന്നത്. ഈ വാർഡ്രോബിനോട് ചേർന്ന് തന്നെ നമുക്കൊരു സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഉണ്ട് വിത്ത് മിറർ. അതേപോലെ ഈ ബെഡ് കോട്ടിന്റെ രണ്ട് സൈഡിലും നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാം. ഡ്രോവേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ബെഡ്റൂമിലായാലും താഴത്തെ മാസ്റ്റർ ബെഡ്റൂം പോലെ നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വാഷ്റൂം ഉണ്ട്. ബേജിന്റെ തന്നെ ഷെയ്ഡ്സ് വരുന്ന ടൈൽസ് ആണ് ഈ ഒരു ബാത്റൂമിൽ സെലക്ട് ചെയ്തിട്ടുള്ളത്. ബാത്റൂമിന്റെ കേസ് പറയുമ്പോൾ നമ്മൾ ഷവറിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ റോഡ് കൊടുക്കുന്നത്. നമ്മള് ടവൽ കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള റോഡാണ് കൊടുത്തിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് എനിക്കൊരു പഴയ വീടുണ്ടായിരുന്നു. അത് റിനോവേറ്റ് ചെയ്യണോ പുതിയ വീട് നിർമ്മിക്കണോ എന്നുള്ള സംശയത്തിൽ നിൽക്കുമ്പോഴായിരുന്നു ഞാൻ എറ്റേൺ ആർക്കിടെക്ട്സിൻ്റെ വീഡിയോകളിൽ കണ്ട് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അവരോട് ഞാൻ നേരിട്ട് വിളിച്ചു ചോദിച്ചു. കാരണം അപ്പോൾ ഗൈഡൻസ് എല്ലാം തന്നു. റിനോവേഷൻ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പുതിയ വീടാണെങ്കിൽ എന്നെല്ലാം പറഞ്ഞ് ഗൈഡൻസ് തന്നു. സജിത്ത് വാട്ടപ്പാറ. അപ്പോൾ പിന്നീട് ഞാൻ കോൺടാക്ട് ചെയ്തു. കുറേ ആലോചിച്ചതിന് ശേഷം നമുക്കൊരു പുതുക്കിപ്പണിയുന്നതായിരിക്കും നല്ലതെന്നുള്ള ഘട്ടത്തിൽ ചെയ്തു. ഇതിൽ എടുത്തു പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ ആ തീരുമാനം എടുത്ത മുതൽ ഞങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ കോംബോ തന്നെയാണ് ഇവർ ചൂസ് ചെയ്തത്. പിന്നെ ചെറിയ ചില മോഡിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞു. അതിനനുസരിച്ച് അവർ അതിൻ്റെ 3D തന്നു. പിന്നെ അത് വർക്കൗട്ട് ചെയ്തു തന്നു കഴിഞ്ഞപ്പോൾ എനിക്കാണെങ്കിലും എൻ്റെ ഒരു സിസ്റ്റർ ഉണ്ട്, അവർക്ക് ഇവിടെ എത്താൻ പറ്റിയില്ല. അപ്പോൾ അവരുടെ റൂമാണെന്നുണ്ടെങ്കിലും വളരെ ഭംഗിയായി തന്നെ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് 100% സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ എൻ്റെ ടീച്ചേഴ്സിനൊക്കെ ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. അവരെല്ലാവരും ഇനി വീട് റിന്യൂ ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.